2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. ഒരു കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടക്ടറിൻ്റെ സിലിണ്ടറിക്കലായ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് എല്ലാണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് ആറാണ്. ഇപ്പം ഫസ്റ്റ് കേസാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വേറൊരു കണ്ടക്ടർ സെയിം മെറ്റീരിയൽ തന്നെയാണ്, സെയിം റെസിസ്റ്റൻസ് ആണ്, പക്ഷെ നീളം ആദ്യത്തേതിൻ്റെ ഡബിളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം വളരെ ക്ലിയർ ആണ്. ഒരു കണ്ടക്ടറിൻ്റെ നീളം എല്ലാണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് ആറാണ്. ഓക്കെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വേറൊരു കണ്ടക്ടർ, ഇതേ മെറ്റീരിയൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ കണ്ടക്ടർ, ഇതേ റെസിസ്റ്റൻസ് തന്നെയാണ്, അതായത് 6 തന്നെയാണ്, പക്ഷെ നീളം 2L ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്യാം. ഇത് ഒന്നാമത്തെ കണ്ടക്ടർ, അതിൻ്റെ നീളം L, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, അതിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R. അപ്പോൾ റെസിസ്റ്റൻസ്, ലെങ്ത്ത്, ഏരിയ എന്നിട്ടുണ്ട്. ഇതും സെയിം മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനും റെസിസ്റ്റിവിറ്റി ഉണ്ടാകും, ഇതിനും റെസിസ്റ്റിവിറ്റി ഉണ്ടാകും. അത് രണ്ടും സെയിം ആയിരിക്കും. അത് ഞാൻ ആദ്യം എഴുതി. ഇനി രണ്ടാമത്തത് ഇതേ മെറ്റീരിയൽ തന്നെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ്, അതിൻ്റെ നീളം ഡബിളാണ്. ഇത് L ആണെങ്കിൽ ഇത് 2L ആണ്. ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതേ റെസിസ്റ്റൻസ് തന്നെയാണ് ഇതിനും. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് റെസിസ്റ്റിവിറ്റി സെയിം തന്നെ ആയിരിക്കും. ഓക്കെ. കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും എന്നാണ്. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, റെസിസ്റ്റിവിറ്റി തന്നിട്ടില്ല എങ്കിലും ഞാൻ റോ എന്ന് എടുത്തു. ഇവിടെ റെസിസ്റ്റൻസ് ഇതേ റെസിസ്റ്റൻസ് തന്നെയാണ്, അപ്പോൾ ക്യാപിറ്റൽ R ആണ്. ഇവിടുത്തെ ലെങ്ത് തന്നിട്ടുണ്ട് 2L ആണ്. ഇവിടുത്തെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതും സെയിം മെറ്റീരിയൽ ആയത് കാരണം ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി തന്നെയായിരിക്കും ഇതിൻ്റെയും റെസിസ്റ്റിവിറ്റി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് ഇത്. R = ρL/A. റെസിസ്റ്റൻസ് = റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ. ഇങ്ങനെ ഫോർമുല എഴുതാതെ ആ വേർഡ്സ് ഫുള്ളായിട്ട് എഴുതുക. റെസിസ്റ്റൻസ് = റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ. ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. കമ്പയറിങ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇങ്ങനെ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് വരാൻ സാധ്യത കുറവാണ്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ആ ഡാറ്റാസ് ഒന്നുകൂടി പറയാം. ഒന്നാമത്തേതിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R, ഒന്നാമത്തേതിൻ്റെ ലെങ്ത്ത് ക്യാപിറ്റൽ L, ഒന്നാമത്തേതിൻ്റെ ഏരിയ ക്യാപിറ്റൽ A, റെസിസ്റ്റിവിറ്റി റോ എന്നെടുത്തു. രണ്ടാമത്തേതിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R, ലെങ്ത്ത് റെസിസ്റ്റൻസ് സെയിമാണ്, ലെങ്ത്ത് ഇതിൻ്റെ ഡബിളാണ്, ഏരിയ ആണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ നമുക്ക് ഇത് ഒന്നാമത്തതിൻ്റെ ഏരിയ ആണ് A1, രണ്ടാമത്തതിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്കറിയാവുന്ന ഈ ഫോർമുലയിലേക്ക് ഈ കേസ് 1-ലെ ഡാറ്റാസ് നമുക്ക് കൊടുക്കാം. അതായത് റെസിസ്റ്റൻസ് ഇവിടുത്തെ ക്യാപിറ്റൽ R ആണെന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി അത് റോയാണ്, രണ്ടിടത്തും സെയിം ആണ്, റോയാണ്. ഇവിടുത്തെ ലെങ്ത്ത് അത് L ആണ്. ഇവിടുത്തെ ഏരിയ അത് ക്യാപിറ്റൽ A ആണ്. ഓക്കെ. അത് നമ്മൾ എഴുതി. ഇനി അതേപോലെ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് കാണാനുള്ള ഇവിടുത്തെ റെസിസ്റ്റൻസും അതേ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ റോ L, ഇവിടുത്തെ റെസിസ്റ്റിവിറ്റിയും സെയിം ആണ് കാരണം മെറ്റീരിയൽ സെയിം ആണ്, ഇൻറ്റു ഇവിടുത്തെ ലെങ്ത്ത് വ്യത്യാസമുണ്ട് 2L ആണ്, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഏരിയ ആണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്, അത് A2 എന്ന് കൊടുക്കാം. ഇനി നമ്മളിവിടെ പറഞ്ഞതുപോലെ
ഇവിടുത്തെ റെസിസ്റ്റൻസും അവിടുത്തെ റെസിസ്റ്റൻസും സെയിം ആണ്, കാരണം ഇതും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന ഈ വാല്യൂയും ഇതിൻ്റെ ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന ഈ വാല്യൂയും സെയിം ആയിരിക്കും. നമുക്കതൊന്ന് കാണിക്കാനായിട്ട് ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2 ആണെന്ന് എഴുതാം. പിന്നെ അതിന് അതായത് ഫ്രം 1 and 2 അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയത് കാരണം റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കത് ഈ വാല്യൂ ഇവിടെ കൊടുക്കാം. അതായത് റോ എൽ ബൈ എ ഈക്വൽ ടു, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാല്യൂ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം. റോ ഇൻറ്റു 2L ബൈ A2. ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A2 കിട്ടും. ഞാനൊന്ന് ചെറുതാക്കി എഴുതിയിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഇവിടെ A2 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിടാം, അപ്പോൾ ഇതും മറിച്ചിടാം. അതായത് A ബൈ റോ എൽ ഈക്വൽ ടു A2 ഡിവൈഡഡ് ബൈ ഇത് തിരിച്ചെഴുതും റോ ഇൻറ്റു 2L. A2 കണ്ടുപിടിക്കുവാനായി ഇവിടെ കിടക്കുന്ന ഇതെല്ലാം നേരെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. ഞാനത് ഇവിടെ എഴുതുകയാണ്. A2 ഈക്വൽ ടു ഇവിടെ ഉള്ളത് A ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു L ആണ്. അങ്ങോട്ടേക്ക് ഇത് വരുന്നു, അപ്പോൾ മുകളിലാകുന്നു. ഇൻറ്റു റോ ഇൻറ്റു 2 ഇൻറ്റു L. കാണാം, റോയും കട്ട് ചെയ്തു പോവും, എല്ലും കട്ട് ചെയ്തു പോവും. A2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു A ആണ്. തിരിച്ചൊന്ന് എഴുതാം. A2 ഈക്വൽ ടു 2 ഇൻറ്റു A. അപ്പം ന്യൂ ഏരിയ വിൽ ബി ഡബിൾ ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് കണ്ടക്ടർ. ന്യൂ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിൽ ബി ഡബിൾ ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് കണ്ടക്ടർ. അങ്ങനെ കൂടി എഴുതിയാൽ കുറേ കൂടി നന്നായിരിക്കും.